ജില്ലകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇനി വരുന്ന 52 നാൾ ട്രോളിംഗ് നിരോധനം. ആഴക്കടൽ മത്സ്യബന്ധനം ഉണ്ടാകില്ല. സാധാരണക്കാരുടെ നടുപൊടിക്കുന്ന ഇന്ധനവില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ CITU നേതൃത്വത്തിൽ പ്രതിഷേധം. ഈ മൊയ്തു മൗലവി മ്യൂസിയം ദേശീയ ചരിത്ര മ്യൂസിയമാക്കണമെന്ന് സാഹിത്യകാരൻ UK കുമാരൻ. ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ധർണാ സമരം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മൺസൂൺ കാല ആഴക്കടൽ മത്സ്യബന്ധനത്തിന് നിരോധനമാണ് ഇനി വരുന്ന 52 നാൾ. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് ബോട്ടുകൾ സുരക്ഷിതമാക്കുന്നതടക്കമുള്ള തയ്യാറെടുപ്പിലാണ് ബേപ്പൂർ തുറമുഖത്ത് തൊഴിലാളികൾ. മൺസൂൺ കാല ആഴക്കടൽ മീൻപിടുത്ത നിരോധനം ജൂൺ 9 അർദ്ധരാത്രി നിലവിൽ വരുന്നതിനാൽ യന്ത്രവൽകൃത ബോട്ടുകൾ ഏറെയും തീരമണഞ്ഞു. കടലിൽ മത്സ്യബന്ധനത്തിലുള്ള കുറഞ്ഞ ബോട്ടുകൾ ജൂൺ 9 ഉച്ചയോടെ ഹാർബറിലെത്തി. കാലാവസ്ഥാ മുന്നറിയിപ്പിന് പുറമെ ആഴക്കടലിൽ ശക്തമായ കാറ്റും തിരയിളക്കവും ഉള്ളതിനാൽ കഴിഞ്ഞ 2 ആഴ്ചയായി ഭൂരിഭാഗം ബോട്ടുകളും പണിക്ക് പോയിരുന്നില്ല. ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി ബോട്ടുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന തിരക്കാണ് മത്സ്യബന്ധന തുറമുഖത്ത്. അവസാനവട്ട പണി കഴിഞ്ഞ് കരയെത്തിയ ബോട്ടുകാർ വല, GPS, ഇക്കോ സൗണ്ടർ, വയർലെസ് തുടങ്ങിയ വിലപിടിപ്പുള്ള ഉപകരണങ്ങളെല്ലാം അഴിച്ചെടുത്ത് സുരക്ഷിതമാക്കുകയാണ്. ഹാർബറിൽ സ്ഥല സൗകര്യമില്ലാത്തതിനാൽ കരുവൻതിരുത്തി പാലം പരിസരം, ചീർപ്പ് പാലം എന്നിവിടങ്ങളിലാണ് ബോട്ടുകൾ നിർത്തിയിടുന്നത്. മീൻപിടുത്ത നിരോധനം വരുന്നതിനാൽ ജൂലൈ 31 വരെയുള്ള 52 ദിവസം മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടിണിയാണ്. ബേപ്പൂർ ഹാർബറിൽ നിന്ന് കടലിൽ പോകുന്ന 450 ബോട്ടുകളുടെ എഞ്ചിൻ നിലയ്ക്കുമ്പോൾ മീൻപിടുത്തം ആശ്രയിച്ചു കഴിയുന്ന 5000-ഓളം കുടുംബങ്ങളുടെ ജീവിതം താളം തെറ്റും. വറുതിക്കാലത്ത് സൗജന്യ റേഷൻ അനുവദിക്കുന്നതിന് പുറമെ ട്രോളിംഗ് നിരോധനം കാരണം തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക സഹായം നൽകണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. സാധാരണക്കാരുടെ നടുവടിച്ച് ഇന്ധനവില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ CITU നേതൃത്വത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധം. പെട്രോൾ, ഡീസൽ, CNG അടക്കമുള്ളവയുടെ വില വർധനവ് പിൻവലിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. പാചകവാതക വിലവർധനയും കൃത്രിമ ക്ഷാമവും നിയന്ത്രിക്കുക, അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി CITU നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. ജില്ലയിൽ മുഴുവൻ ഏരിയ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലേക്കും വിവിധ മേഖലകളിലെ തൊഴിലാളികൾ അണിനിരന്ന മാർച്ച് നടന്നു. സിറ്റി കമ്മിറ്റി നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് ശേഷം നടന്ന പ്രതിഷേധ ധർണ CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളോട് ആദ്യം അമേരിക്ക പറഞ്ഞ വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ലെന്ന്. ഇപ്പൊ അമേരിക്ക പറയുന്നത് വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ മതിയായിരുന്നു. എണ്ണ കച്ചവടം ചെയ്യുന്നത് അമേരിക്കയാണ്. ഇപ്പൊ കച്ചവടം കിട്ടുമല്ലോ. ഒറ്റ രാത്രി കൊണ്ടാണ് സംഭവം മാറുന്നത്. ഒറ്റ രാത്രി കൊണ്ട് അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടി സംഭവം മാറുകയാണ്. ഇപ്പം പറയുന്നത് ഞങ്ങൾ ക്യൂബയ്ക്ക് നേരെ പോവാണ്. ഒരിട്ടവട്ടം ഈ കേരളത്തോളം ഇല്ല ക്യൂബ. കേരളത്തോളം ഇല്ല, ഒരു കൊച്ചു രാജ്യമാണ് ക്യൂബ. അവർക്ക് കാര്യമായ പട്ടാളമൊന്നുമില്ല.
അവരുടെ സമ്പത്തുകൊണ്ട് അവർ ജീവിക്കുന്നു. അവരാരെ ആക്രമിക്കുന്നതിനെ ചിന്തിക്കാനുള്ള ശക്തി പോലും ഇല്ലാത്തൊരു രാജ്യമാണ്. ആക്രമിക്കുന്നത് പിന്നെയല്ലേ. പക്ഷെ അവർ അമേരിക്ക പറഞ്ഞതുപോലെയൊക്കെ മൂടിക്കൊടുക്കുന്നില്ല. ലോകത്തിൽ ഏറ്റവും നല്ല ഡോക്ടർമാരും ഏറ്റവും നല്ല ആശുപത്രികളും ഒക്കെ നടത്തിപ്പാനുള്ള കഴിവ് ക്യൂബയ്ക്കുണ്ട്. അവരുടെ സമ്പത്ത് തന്നെ അതാ. ലോകത്തിലെ പല രാജ്യങ്ങളിലും പോയി അവർ സേവനം അനുഷ്ഠിച്ച് കിട്ടുന്ന പ്രതിഫലം അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടാണ് ക്യൂബൻ ജനതയെ അവർ പോറ്റുന്നത്. എൽ രമേശൻ അധ്യക്ഷനായിരുന്നു. സി നാസർ, കെ പ്രതീഷ്, വി കെ മോഹൻദാസ്, എൻ ആസിഫ് അലി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൊയ്തു മൗലവി മ്യൂസിയം ദേശീയ ചരിത്ര മ്യൂസിയമാക്കണമെന്ന് സാഹിത്യകാരൻ യു കെ കുമാരൻ. ഈ മൊയ്തു മൗലവി അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഈ മൊയ്തു മൗലവിയുടെ പേരിലുള്ള കോഴിക്കോട്ടെ മ്യൂസിയം നശോന്മുഖമായിക്കൊണ്ടിരിക്കുന്നത് മൊയ്തു മൗലവിയോട് കാണിക്കുന്ന അനാദരവും ചരിത്രത്തോട് കാണിക്കുന്ന നന്ദികേടുമാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ യു കെ കുമാരൻ പറഞ്ഞു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന കോഴിക്കോട് 2011 സ്ഥാപിച്ച മൊയ്തു മൗലവി മ്യൂസിയം ഒരു ദേശീയ ചരിത്ര മ്യൂസിയമാക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിൽ മതേതരത്വവും സമുദായ സൗഹാർദ്ദവും വളർത്താൻ ഒരു നൂറ്റാണ്ടിന്റെ സാക്ഷിയായിരുന്ന മൊയ്തു മൗലവി അത്യധ്വാനം ചെയ്ത കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെറും കൈയോടെ രാഷ്ട്രീയത്തിൽ വന്ന് വെറും കൈയോടെ മൺമറഞ്ഞു പോയ അദ്ദേഹത്തിന്റെ ജീവിതം യുവതലമുറ മാതൃകയാക്കണമെന്ന് യു കെ കുമാരൻ അഭിപ്രായപ്പെട്ടു. ഈ മൊയ്തു മൗലവി അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മിഠായി തെരുവ് ഖാദി എംപോറിയം ഹാളിൽ നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുസ്മരണ സമിതി ചെയർമാൻ എം കെ ബീരാൻ അധ്യക്ഷത വഹിച്ചു. KPCC ഇൻഡസ്ട്രീസ് സെൽ സംസ്ഥാന ചെയർമാൻ നിസാർ പുനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. അനുസ്മരണ സമിതി കൺവീനർ എം സതീഷ് കുമാർ, MP രാമകൃഷ്ണൻ, TK അബ്ദുൽ അസീസ്, AK മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് ബോണി വർഗീസ്, KC അബ്ദുൾ റസാഖ്, KV ആലിക്കോയ, KP സക്കീർ, NV ഇഫ്തിഖാറുദ്ദീൻ, T അബ്ദുൾ ഷുക്കൂർ, അംജദ് അമ്പലപ്പള്ളി, V സദാനന്ദൻ, KP ശ്രീകുമാർ, T സജീഷ് കുമാർ, AP സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ധർണ നടത്തി. GST ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ജില്ലാ പ്രസിഡന്റ് KT വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബസ് ഉടമകൾ GST ഓഫീസ് ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് KT വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ഡീസൽ വില അടിക്കടി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ് വ്യവസായ മേഖല നടത്തിക്കൊണ്ടു പോകാനാകാത്ത അവസ്ഥയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു.
ഒരു പൊതുഗതാഗത നയം രൂപീകരിച്ചിട്ട് പ്രൈവറ്റ് ബസ്സിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യവസായമായിട്ട് അംഗീകരിച്ചിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും. 30,000-ൽ പരം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരും അനുബന്ധമായിട്ടുള്ള അവരുടെ കുടുംബങ്ങളും ഒരു 60,000 കുടുംബങ്ങളുണ്ടാവും. അതുപോലെ തന്നെ 8,000-ഓളം ബസ് ഉടമസ്ഥന്മാര് ഈ മേഖലയിലുണ്ട്. ആ 8,000-ഓളം ബസ് ഉടമസ്ഥന്മാരുടെ കുടുംബവും മുഴു പട്ടിണിയിലേക്ക് പോകുന്നൊരവസ്ഥയിലാണ്. അപ്പൊ ഞങ്ങൾ രണ്ട് ഗവൺമെന്റിന് മുമ്പാകെ പറയാനുള്ളതെന്ന് വെച്ചാൽ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ഈ ബസ് മേഖല തകർന്നടിയുമ്പോൾ ഞങ്ങളെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ വ്യവസായത്തെ സംരക്ഷിച്ചു പോരണം. TV ബാബു അധ്യക്ഷത വഹിച്ചു. റിനീഷ് എടത്തിൽ, NV അബ്ദുൾ സൽത്താർ, EK അബ്ദുൾ റഹ്മാൻ, MS ഷാജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാർ പ്രൈമറി സ്കൂളുകളിലും അങ്കണവാടികളിലും മോണ്ടിസോറി കരിക്കുലത്തിന്റെ ഭാഗമാക്കാൻ പ്രീ പ്രൈമറി ബില്ല് നിയമസഭയിൽ പാസാക്കണമെന്ന് കോഴിക്കോട് നടന്ന വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ ആവശ്യമുയർന്നു. വേൾഡ് മോണ്ടിസോറി കൗൺസിലും ഭാരത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും ചേർന്നാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. ലോക പ്രശസ്ത വിദ്യാഭ്യാസ രീതിയാണ് മോണ്ടിസോറി. ഈ പാഠ്യപദ്ധതി കേരളത്തിലെ സർക്കാർ പ്രൈമറി സ്കൂളുകളിലും അങ്കണവാടികളിലും കരിക്കുലത്തിന്റെ ഭാഗമാക്കണമെന്നും ഇതിനായി പ്രീ സ്കൂൾ ബില്ല് നിയമസഭയിൽ പാസാക്കണമെന്നുമാണ് വേൾഡ് മോണ്ടിസോറി കൗൺസിലും ഭാരത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും സംയുക്തമായി കോഴിക്കോട് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഉച്ചകോടി വേൾഡ് മോണ്ടിസോറി കൗൺസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നർമ്മദ നാരായണൻ ബംഗളൂരു ഉദ്ഘാടനം ചെയ്തു. But many of us, we have Bharat Education Foundation as well as World Montessori Council and many other councils across the world, and a lot of training institutions prepare educators. So many a times when I go to Government of Karnataka, Government of India, or recently I'm working with Government of Tamil Nadu also, I only question, and all my proposals and resolutions which I give it to them, I say that do our teacher education institutions are prepared to give child-centric learning? ഉച്ചകോടിയുടെ ഭാഗമായി പുറത്തിറക്കിയ മെമ്മോറാണ്ടം വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീന് വേൾഡ് മോണ്ടിസോറി കൗൺസിൽ സാരഥികളായ ഡോക്ടർ PK നൌഷാദും ഷംസുദ്ദീനും കൈമാറിയിരുന്നു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ കവിത അരുൺ മുഖ്യാതിഥിയായി. ഭാരത് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ E. ഷംസുദ്ദീൻ അധ്യക്ഷനായി. വേൾഡ് മോണ്ടിസോറി കൗൺസിലിന്റെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നർമ്മദ നാരായണൻ E. ഷംസുദ്ദീന് നൽകി. മോണ്ടിസോറി കൗൺസിൽ ഡയറക്ടർ ഡോക്ടർ PK നൌഷാദ്, ഡോക്ടർ CN ബാലകൃഷ്ണൻ, ഡോക്ടർ കുഞ്ഞഹമ്മദ്, ഡോക്ടർ ലൈല, ഡോക്ടർ മുഹമ്മദ് ഷിയാസ്, നിയാസ് ചോല, അബ്ദുൾ റഹ്മാൻ, JC തുടങ്ങിയവർ സംബന്ധിച്ചു. മോണ്ടിസോറി വിദ്യാഭ്യാസ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. മോണ്ടിസോറിയുടെ എക്സിബിഷനും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് മദ്യനിരോധന സമിതി വടക്കൻ മേഖലാ കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചു. മദ്യവിരുദ്ധ കേരളത്തിന് വാഗ്ദാനം ചെയ്ത നിയമ ഭേദഗതി വൈകാതെ നടപ്പാക്കണമെന്ന് കോഴിക്കോട്ട് നടന്ന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് ഗാന്ധി ഗൃഹത്തിൽ നടന്ന മദ്യനിരോധന സമിതി കൺവെൻഷൻ കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. മദ്യം മൂലം നരകിക്കുന്ന സമൂഹത്തിന്റെ വിമോചന സേനയാണ് മദ്യനിരോധന സമിതിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ഹുസൈൻ മടവൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആലപ്പുഴ സമരനായകരായ BR കൈമൾ, ലതാ കൈമൾ എന്നിവരെ സിദ്ദിഖ് മൗലവി അയലക്കാട്, കോർ എപ്പിസ്കോപ്പ മാത്യൂസ് വട്ടിയാനിക്കൽ എന്നിവർ അനുമോദിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഷാജുബായി, ജോസഫ് പൂതക്കുഴി, E. പത്മിനി ടീച്ചർ, അഡ്വക്കേറ്റ് VP ശ്രീധരൻ മാസ്റ്റർ, BR കൈമൾ, ലതാ കൈമൾ എന്നിവരും സംസാരിച്ചു. വടക്കൻ മേഖലാ പ്രവർത്തന രേഖ ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ TM രവീന്ദ്രൻ അവതരിപ്പിച്ചു. ഖദീജ നർഗീസ്, IC മേരി, സജീവൻ കക്കടവത്ത്, മജീദ് മാടമ്പാട്ട്, KG വർഗീസ്, PV ഉദയകുമാർ, പ്രൊഫസർ OJ ചിന്നമ്മ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മേഖലാ ഭാരവാഹികളായി സിദ്ദിഖ് മൗലവി അയലക്കാട്, ശ്രീജിത്ത് കണ്ണൂർ,
പ്രശാന്ത് ബാവ, ദിവാകരൻ CK, സക്കറിയാസ് തേക്കുംകാട്ടിൽ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രവാസി വകുപ്പ് പ്രത്യേക വകുപ്പാക്കുകയും വകുപ്പ് കൈകാര്യം ചെയ്യാൻ മാത്രമായി മന്ത്രിയെ നിയമിക്കുകയും ചെയ്യണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ. പേരിന് മാത്രമായി പ്രവാസി വകുപ്പ് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നും ഗ്ലോബൽ സെക്രട്ടറി ആറ്റക്കോയ പള്ളിക്കണ്ടി ആവശ്യപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിലെ താമസം അവസാനിപ്പിച്ച് മടങ്ങിയെത്തുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും ആവിഷ്കരിക്കുന്നതിനും തിരിച്ചുവന്നവരുടെ കഴിവും പരിചയവും പ്രാപ്തിയും മനസ്സിലാക്കി അവരെ അനുയോജ്യമായ സംരംഭങ്ങളിൽ ഭാഗഭാക്കാക്കുന്നതിനും പ്രവാസി കോർപ്പറേഷൻ രൂപീകരിക്കുക. ഇതിന്റെ കീഴിൽ ജില്ലകൾ തോറും പ്രവാസി ഗൈഡൻസ് സെന്ററുകൾ സ്ഥാപിക്കുകയും അവരുടെ വൈദഗ്ധ്യവും അനുഭവ സമ്പത്തും മനസ്സിലാക്കാൻ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുകയും ചെയ്യുക. വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി സംസ്ഥാനത്തെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലെ വ്യവസായശാലകൾ മാറ്റിവെക്കുക. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. വിദേശത്ത് മരണപ്പെടുന്ന മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നോർക്ക സജീവ ഇടപെടൽ നടത്തുക. പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം സുതാര്യവും കാര്യക്ഷമവുമാക്കുക. പ്രവാസികളുടെ ആവശ്യങ്ങൾക്ക് മറുപടി ലഭിക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റുകളും ഡിജിറ്റൽ സംവിധാനങ്ങളും ഏർപ്പെടുത്തുക. സ്വദേശത്തെത്താതെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനമുണ്ടാക്കാൻ ഇലക്ഷൻ കമ്മീഷനിൽ സ്വാധീനം ചെലുത്തുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങളാണ് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ ഗ്ലോബൽ സെക്രട്ടറി ആറ്റക്കോയ പള്ളിക്കണ്ടി പുതിയ സർക്കാരിനോട് അഭ്യർത്ഥിച്ചത്. പ്രവാസികളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് പ്രവാസികളുടെയും സംഘടനയുടെയും പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ MMC ENT കോൺ 2026 വാർഷിക ENT സമ്മേളനം സംഘടിപ്പിച്ചു. ഡോക്ടർ K അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. അക്കാഡമിക് സെഷനുകൾക്ക് പ്രമുഖ ഡോക്ടർമാർ നേതൃത്വം നൽകി. ഓൾ ഇന്ത്യ ഓട്ടോ വൈനോലാറിംഗോളജി അസോസിയേഷൻ മലബാർ ചാപ്റ്ററും AOI കോഴിക്കോട് ചാപ്റ്ററും ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജുമായി ചേർന്ന് മലബാർ MMC വാർഷിക ENT സമ്മേളനം നടത്തി. ENT സർജനും പ്രൊഫസറുമായ ഡോക്ടർ K അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. മലബാർ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ ഓപ്പറേഷൻസ് ഡോക്ടർ സുധ അനിൽ വിശിഷ്ടാതിഥിയായി. മലബാർ മെഡിക്കൽ കോളേജ് PG വിദ്യാർത്ഥി ഡോക്ടർ ഫെമിന PG പേപ്പർ പ്രസന്റേഷനിൽ സ്വർണ്ണ മെഡൽ നേടി. അക്കാദമിക് സെഷനുകൾക്ക് ഡോക്ടർ MP മനോജ്, ഡോക്ടർ സജിത് ബാബു TP, ഡോക്ടർ ജിജോ ജോസഫ്, ഡോക്ടർ സപ്ന S നമ്പ്യാർ, ഡോക്ടർ MP ശ്രീജയൻ എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് അസന്റ് ENT ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിജിരാജിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. AOI മലബാർ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ അജു രവീന്ദ്രൻ, AOI കോഴിക്കോട് ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ മഹാദേവൻ, സെക്രട്ടറി ഡോക്ടർ KV വിനായക്, ഡോക്ടർ K വിഷ്ണു എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ P മുരളീധരൻ നമ്പൂതിരി, ഡോക്ടർ ദിവ്യ ഭരതൻ എന്നിവർ നേതൃത്വം നൽകി. ഇതിന് വെള്ളവും വെളിച്ചവും വളവും ഒക്കെ നൽകി പരിപോഷിപ്പിച്ചെടുത്തതിന് ഒരുപാട് മഹാനുഭാവരുടെ മഹൽ വ്യക്തികളുടെ പ്രവർത്തനം ഉണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാറിൽ വിപുലീകരണവുമായി ലുലു. ഫോക്കസ് മാളിൽ പുതിയ ലുലു ഡെയിലി തുറന്നു. കേരളത്തിലെ 10ാമത്തെ സ്റ്റോറും കോഴിക്കോട്ടെ 2ാമത്തെ സ്റ്റോറുമാണിത്. ഉദ്ഘാടനം മേയർ O സദാശിവൻ നിർവഹിച്ചു.
ഫോക്കസ് മാളിൽ പുതിയ ലുലു ഡെയിലി പ്രവർത്തനം തുടങ്ങി. 15,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരുക്കിയിരിക്കുന്ന ലുലു ഡെയിലി കേരളത്തിലെ ലുലുവിന്റെ 10ാമത്തെയും ഇന്ത്യയിലെ 19ാമത്തെയും കോഴിക്കോട് നഗരത്തിലെ 2ാമത്തെയും സ്റ്റോറാണ്. ലുലു ശൃംഖല കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഡെയിലി പ്രവർത്തനം ആരംഭിച്ചത്. അന്താരാഷ്ട്ര ശുചിത്വ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ലുലു ഡെയിലിയുടെ പ്രവർത്തനം. ഫാമുകളിൽ നിന്നും നേരിട്ടെത്തിക്കുന്ന ഗുണനിലവാരമുള്ള പഴങ്ങളും പച്ചക്കറികളും, മത്സ്യ മാംസ ഉൽപ്പന്നങ്ങൾ, ബേക്കറി വിഭവങ്ങൾ, ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സമഗ്രമായ ഗ്രോസറി ശ്രേണിയും ഇവിടെ ലഭ്യമാകും. ലുലു ഡെയിലിയിൽ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ടീ സ്റ്റാളും സജ്ജമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് മാങ്കാവിലെ നിലവിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിന് ലഭിച്ച മികച്ച ഉപഭോക്തൃ സ്വീകാര്യതയ്ക്ക് പിന്നാലെയാണ് കോഴിക്കോട് നഗരത്തിൽ ലുലുവിന്റെ പ്രവർത്തന വിപുലീകരണം. പുതിയ ലുലു ഡെയിലിയിൽ 200-ലധികം പേർക്ക് തൊഴിലവസരവും ഒരുക്കുന്നുണ്ട്. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം.എ. അഷ്റഫ് അലിയുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ. സദാശിവൻ ലുലു ഡെയിലിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ദൈനംദിന ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ എത്തിക്കുന്ന ലുലു ഡെയിലി എന്ന പദ്ധതിക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം മികച്ച ഗുണനിലവാരമുള്ള ഫ്രഷ് ഫുഡും ഗ്രോസറി ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് ലുലുവിന്റെ ലക്ഷ്യമെന്ന് എം.എ. അഷറഫ് അലി വ്യക്തമാക്കി. മലബാർ മേഖലയിൽ 10-ലധികം പുതിയ പ്രൊജക്ടുകൾ ലുലു പദ്ധതിയിട്ടിട്ടുണ്ടെന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഫോക്കസ് മാളിലെ പുതിയ ലുലു ഡെയിലി പ്രാദേശിക സാമ്പത്തിക മേഖലയ്ക്ക് കരുത്തു പകരുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ കോഴിക്കോട് മാവൂർ റോഡ് വാർഡ് കൗൺസിലർ ശ്രീജ സി നായർ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടറും സിഇഒയുമായ എം.എ. നിഷാദ്, ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടറും സിഒയുമായ ഫഹാസ് അഷറഫ്, ലുലു കോഴിക്കോട് ഡയറക്ടർ പക്കർ കോയ, ലുലു റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് ഷരീഫ് മാട്ടിൽ, റീജിയണൽ മാനേജർ ഷരീഫ് സെയ്ദു, ഫോക്കസ് മാൾ എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൾ സലാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇനി വരുന്ന 52 നാൾ ട്രോളിംഗ് നിരോധനം. ആഴക്കടൽ മത്സ്യബന്ധനം ഉണ്ടാകില്ല. സാധാരണക്കാരുടെ നടുവൊടിക്കുന്ന ഇന്ധനവില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ CITU നേതൃത്വത്തിൽ പ്രതിഷേധം. ഈ മൊയ്തു മൗലവി മ്യൂസിയം ദേശീയ ചരിത്ര മ്യൂസിയമാക്കണമെന്ന് സാഹിത്യകാരൻ UK കുമാരൻ. ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ധർണ സമരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.